പറയുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് 12 വർഷത്തിന് മുന്നേ ഇത് ഓൺലൈൻ മീഡിയകളിലൊക്കെ ഈ പടം അനൗൺസ് ചെയ്യപ്പെട്ടു. പല പല സംവിധായകരുടെ പേരുകളിൽ പല പല സംവിധായകർ ചെയ്യാൻ പോകുന്ന ഒരു ബെൻസ് വാസു എന്നൊക്കെയാണ് അന്ന് ആരാധകർ ഈ സിനിമയ്ക്ക് ഇട്ടിരുന്ന പേര്. ഞങ്ങൾ ഇട്ടിരുന്ന പേരല്ല, കഥാകൃത്ത് ഇട്ടിരുന്ന പേരല്ല. പക്ഷെ ലാൽ സാറിന്റെ ആരാധകർ ആ സിനിമയെ ബെൻസ് വാസു എന്നൊക്കെ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പോസ്റ്റ് ലൈക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ പോസ്റ്റ് കമന്റ് അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലാൽ സാറിന്റെ പ്രോജക്റ്റ് വരുന്നതിൽ വളരെ സന്തോഷം. അന്ന് പല പല കഥകളൊക്കെയാണ്, കാറ് മോഷണം കാരനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ പല പല ഫാൻസ് തിയറീസ് ഒക്കെ ആയിരുന്നു ഈ സിനിമയ്ക്ക് പിന്നിൽ. എന്നാലും ലാൽ സാറ് അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ നിന്ന ഒരാളുടെ കയ്യിലേക്കാണ് വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ കണ്ണി തിരിഞ്ഞു വരുന്നത്. അപ്പൊ അതൊരു ഭയങ്കര അത്ഭുതകരമായ എന്റെ ലൈഫിലെ ഒരു വൺ ഓഫ് ദ മിറാക്കിൾ മൊമെന്റ് ആണ് ഇപ്പൊ സംഭവിച്ചത്. കാരണം വർഷങ്ങൾക്ക് എപ്പോഴോ മുമ്പ് ലൈക്കും കമന്റും ഷെയറും അടിച്ച് നടക്കുന്ന ഒരാളുടെ കയ്യിലേക്ക് അതേ സിനിമ ചെയ്യാൻ എത്തുക എന്ന് പറയുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഒന്ന്. രണ്ടാമത്